ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1, ശ്ലോക 8. നമ്രാണാം സന്നിധത്തെ സതതം അപി പുരഃ തൈഃ അന്നഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കഫല പാരിജാതാഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജോയം. നമ്രാണാം, ഭഗവാനെ നമസ്കരിക്കുന്നു. സന്നിധത്തെ, ഭഗവാന്റെ സന്നിധിയിൽ, മുന്നിൽ കണ്ട്. സതതം, കൂടെ, എപ്പോഴും. അപി, ഈ നിമിഷം. പുരഃ, ഭഗവാന്റെ ആ സ്വരൂപത്തെ. തൈഹി, ഭക്തന്മാർ. അനഭ്യർത്ഥിതാൻ അപി, പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ പോലും. അർത്ഥം, ധനധാന്യങ്ങൾ. കാമാൻ, ആഗ്രഹിക്കുന്ന കാര്യം, ആശിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അജസ്രം, ഒട്ടും പിശുക്കില്ലാതെ. വിതരസി, ധാരാളമായി നൽകുന്നത്. പരമാനന്ദം, പരമമായ ആനന്ദത്തെ തരുന്നത്, ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്നത്. സാന്ദ്രാം, ഉന്നതമായ. ഗതിം, മുക്തി അല്ലെങ്കിൽ മോക്ഷം. ച, നൽകുന്ന. ഇത്തം, ഇങ്ങനെ. നിശേഷ ലഭ്യോ, ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന മാർഗം. നിരവധി കഫല, പല വിധത്തിൽ ഫലകാര്യങ്ങൾ, അനേക വിധത്തിലുള്ള ഫലകാര്യങ്ങൾ. പാരിജാതക, കൽപ്പക വൃക്ഷം. പാരിജാത വൃക്ഷം, ഇന്ദ്രലോകത്തെ പാരിജാത വൃക്ഷം. എന്തും തരുവാൻ കൽപ്പുള്ള വൃക്ഷം. ഹരേ, വിഷ്ണു ഭഗവാനെ. ത്വം, സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. ക്ഷുദ്രം, തുച്ഛമായ. തം, എന്റെ. ശക്രവാടി, സ്വർഗം. ദ്രുമം, എത്തണം എന്ന ഒരു തോട്ടം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ആ ഒരു പൂങ്കാവനം. അഭിലഷതി, ഏറ്റവും അധികം ആഗ്രഹമുള്ളത്, ആശയുള്ളത്. വ്യർത്ഥം, വെറുതെ ആയിട്ട്. അർത്ഥി, മനസ്സിൽ വിഹരിക്കുന്നത്. വ്രജോയം, ലഭിക്കുകയില്ല എന്ന ചിന്ത. പ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്ര പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജോയം. അല്ലയോ ഭഗവാനെ, അങ്ങയെ ഇതാ നമസ്കരിക്കുന്നു. എന്തെന്നാൽ മുന്നിൽ ഉള്ള ആ ഭഗവാന്റെ ആ വിഗ്രഹം ഭക്തന്മാർ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ പോലും ആ ധനത്തെ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാൻ ഒട്ടും തന്നെ പിശുക്കില്ലാതെ വളരെ അധികമായി നൽകുന്നു. അതിൽ ഏറ്റവും ആഹ്ലാദവും ഉന്നതമായി കിട്ടാവുന്ന ആ ഒരു മുക്തി ആ ഭഗവാൻ സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ എളുപ്പത്തിൽ ലഭിക്കുന്ന
ആ ഒരു മോക്ഷം, പല വിധത്തിലുള്ള ഫലകാര്യങ്ങളും ഭഗവാൻ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നു. ഇത് ഇങ്ങനെ കിട്ടുന്നത് ആ ഇന്ദ്രലോകത്തിലുള്ള കൽപ്പക വൃക്ഷത്തേക്കാൾ ഏറ്റവും ഉന്നതമായ ഒന്നാണ്. അല്ലയോ വിഷ്ണു ഭഗവാനെ, ഇങ്ങനെ തുച്ഛമായ ആഗ്രഹത്തെ പോലും സാധിച്ചു തരുന്ന ആ മൂർത്തി നമ്മുടെ ഗുരുവായൂരപ്പൻ ഉള്ളപ്പോൾ എന്തിനാണ് സ്വർഗത്തിലെ ആ ഒരു തോട്ടത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും അധികം ആശ നമ്മൾക്ക് മനസ്സിൽ വിഹരിക്കുന്നുവെങ്കിൽ അത് നമുക്ക് ലഭ്യമാകുന്നത് സാക്ഷാൽ ഗുരുവായൂരിലുള്ള ആ വിഗ്രഹത്തെ നമ്മൾ പൂർണ്ണമായി ധ്യാനിക്കുമ്പോൾ മാത്രമാണ്. ആ ഒരു സാക്ഷാത്കാരം നമുക്ക് പാരിജാതത്തിൽ നിന്നു പോലും ലഭിക്കുന്നില്ല. അത്രയും മാഹാത്മ്യമുള്ളതും പുണ്യവും സാത്വിക ഗുണം നിറഞ്ഞതും എല്ലാ ഐശ്വര്യവും നിറഞ്ഞു തുളുമ്പുന്ന ആ ഒരു സ്വരൂപമാണ് നമ്മുടെ ഗുരുവായൂരിൽ ഉള്ളത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ ഞാനിതാ നമസ്കരിക്കുന്നു.